ഈ 4 ദിവസത്തെ ഉണക്കിന് ശേഷമുള്ള നമ്മുടെ ഇടിയിറച്ചിയാണ്. ഇത് 2 കിലോ ബീഫാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന അളവിൽ തിരിക്കുന്നത്. ഉണങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ ഒരു 3-1 4-1 ഒക്കെ ആവുമായിരിക്കും. തൂക്കി നോക്കിയില്ല, എന്നാലും നോക്കുക. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അയർലൻഡിൽ നമുക്ക് ഇടിയിറച്ചി ഉണ്ടാക്കാൻ പറ്റുമോ? ഇറച്ചി ഉണക്കുക എന്നുള്ളത് ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ വെതർ ഫോർകാസ്റ്റ് നോക്കണം. അപ്പം നാളെയും മറ്റന്നാളും ഇവിടെ നല്ല ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ ഒരു 2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. 2 കിലോ ബീഫ് എടുക്കുന്നുള്ളൂ. അത് വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് നാളെയും മറ്റന്നാളും വെയിലത്തിട്ട് അതിനുശേഷം രാത്രിയിൽ കുറച്ച് നേരം ഇത് ഓവനിലും വെച്ചിട്ട് നമുക്കൊരു 3 ദിവസം കൊണ്ട് സംഭവം നന്നായിട്ട് ഉണക്കിയെടുക്കാം. അപ്പോൾ ഉണക്ക് ശരിയാകുന്നില്ലെങ്കിൽ നമുക്ക് വീണ്ടും അടുത്ത ദിവസം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ട് നമുക്കത് പ്രോപ്പറാക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ബീഫ് ചെറുതായിട്ട് മുറിച്ചെടുക്കണം. ചെറുതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, അല്പം നീളത്തിൽ കട്ടി കുറച്ച്. അപ്പൊ ഏകദേശം ഇങ്ങനെയാണ് ഞാൻ ഇടിയിറച്ചിക്ക് വേണ്ടിയിട്ട് ഇതുണ്ടോ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ ഒരു മുഴുപ്പിലാണ് മുറിച്ചെടുക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് സമയത്തിന് ഇത് ആ കറക്റ്റ് സമയത്ത് നമുക്ക് ഉണങ്ങി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇറച്ചിയൊക്കെ ഞാൻ ഞുറുക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കി അറിയാം, നെയ്യൊക്കെ കുറവുള്ള അതുകൊണ്ട് നൈസായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊക്കെ നോക്ക്. ഇടിയിറച്ചിക്ക് നമ്മളൊന്ന് ജസ്റ്റ് സീസണിങ് ചെയ്യണം. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ്. ഇപ്പൊ ഇതിനൊന്നും പ്രത്യേകിച്ചൊരു ഒരു കൂട്ടൊന്നുമില്ലല്ലോ. ഞാനൊക്കെ ഇപ്പൊ എൻ്റെ വീട്ടില് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അതിന് വേണ്ടത് നമുക്കൊരു ടീസ്പൂൺ നിറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരുപക്ഷെ ഈ നമ്മൾ ഇടിയിറച്ചിക്ക് അത്യാവശ്യം നന്നായിട്ട് ഉപ്പ് വേണം. അതുകൊണ്ട് ഞാനൊരു 3 അത്ര ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ സംഭവം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇരിക്കും, മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ആയിട്ട്. ഞാനിത് ഇനി ഒരു ഓവർനൈറ്റ് ഇവിടെ വെക്കുകയാണ്. ഞാനിപ്പം ഈ വീഡിയോ ചെയ്യുന്ന രാത്രിയാണ്. ഓവർനൈറ്റ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഇറച്ചിയിലോട്ടൊക്കെ ഉപ്പും മുളകും എല്ലാം നന്നായിട്ട് പിടിക്കും. നാളെ ഇവിടെ നല്ല വെയിലാണ്, അപ്പോൾ പുറത്ത് ഇത് ഇട്ട് ഉണക്കണം. അപ്പോൾ നമുക്ക് നാളെ ബാക്കി വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഒരു ദിവസം ഉണക്കായിട്ടുള്ള ബീഫാണ്. ഇന്നലെ ഒരു ദിവസം എനിക്ക് ഡ്യൂട്ടി ആയിരുന്നു, അപ്പോൾ വൈഫാണ് ഇത് പുറത്ത് വെച്ചത്. 10 ദിവസത്തെ ഉണക്കൊണ്ട് തന്നെ അത്യാവശ്യം ഉണങ്ങിയേ ഉള്ളൂ. ഇതൊന്ന് ഡ്രൈ ആയി. അത് കഴിഞ്ഞ് രാത്രിയിൽ ഒരു മണിക്കൂർ നേരം ഒരു 40 ഡിഗ്രി സെൽഷ്യസിൽ ഓവനകത്ത് വെച്ചു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 2 കിലോ ബീഫ് ഒരു ദിവസത്തെ ഉണക്കിന് ശേഷം. അപ്പോൾ ഇന്നും നാളെയും ഇത് പുറത്ത് വെക്കുക. അതുപോലെ തന്നെ രാത്രിയിൽ ഒരു കുറച്ച് നേരം ഓവനിലും കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഇടിയിറച്ചി റെഡി. അപ്പോൾ നമുക്ക് ഇത് കൊണ്ട് പുറത്ത് വെക്കാം. അപ്പോൾ അങ്ങനെ 3-4 ദിവസത്തെ വെയില്, അതുപോലെ തന്നെ വൈകുന്നേരം ഓവനകത്ത് വെച്ച് ഒരു അരമണിക്കൂർ വെച്ച് ഇതിപ്പോൾ നമ്മുടെ 2 കിലോ ബീഫ് ഉണ്ടോ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ, ചിലർ ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വറുത്ത് കഴിക്കാറുണ്ട്. ചിലർ ഇത് വറുത്തതിന് ശേഷം ഇടിച്ച് അതിനകത്ത് കാന്താരി മുളകും പച്ച വെളിച്ചെണ്ണയും ചെറിയ ഉള്ളിയും ഒക്കെ ചേർത്ത് അങ്ങനെ കഴിക്കാറുണ്ട്. ചിലരിത് അല്ലാതെ
ഇറച്ചി മസാലയൊക്കെ ഇട്ട് ഇത് നന്നായിട്ട് നാര് പോലെ എടുത്ത് അങ്ങനെയും ഉണ്ടാക്കാറുണ്ട്. ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക. അയർലൻഡിൽ ഇത് ഇടിയിറച്ചി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എങ്കിലും സാധിക്കാത്ത കാര്യമൊന്നുമല്ല. അപ്പോൾ ഈ സമ്മറിൽ നല്ല വെയിലൊക്കെ ഉള്ള ദിവസം നോക്കുക, ഹീറ്റ് വേവ് ഉള്ള ദിവസങ്ങളൊക്കെ നോക്കി ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.